40-ലധികം ഭാഷകളിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്ത വില്യം കേറി പറയുകയാണ്, എൻ്റെ മരണശേഷം വില്യം കേറിയെപ്പറ്റി ഒന്നും പറയരുത്, വില്യം കേറിയുടെ ദൈവത്തെപ്പറ്റി പറയുക. സെറാംപൂർ കോളേജ് സ്ഥാപിച്ച, സതി എന്ന ദുരാചാരം നിർത്തലാക്കുവാൻ അധ്വാനിച്ച, കോളേജിലെ പ്രൊഫസറായിരുന്ന, 40-ലധികം ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത ആ ദൈവമനുഷ്യൻ പറയുകയാണ്, വില്യം കേറിയെപ്പറ്റി പറയണ്ട, വില്യം കേറിയുടെ ദൈവത്തെപ്പറ്റി പറയുക. ഞാനെന്താണ് പറയുന്നത്? എന്നെപ്പറ്റി പറയുക. എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ മത്സരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഒരു ട്രാക്റ്റ് എഴുതിയതും ഞാൻ വലിയ വാർത്തയാക്കുന്നു. എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? എന്നെ അറിയണം, എന്നെ അറിയണം. അതാണോ എൻ്റെ ആഗ്രഹം? അതാണോ നമ്മളുടെ ആഗ്രഹം? അതോ എന്നെപ്പറ്റിയല്ല, എൻ്റെ ദൈവത്തെപ്പറ്റി അറിയണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും മഹാനായ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എന്നെ അറിയണ്ട, യേശുവിനെ അറിയട്ടെ. അതെ, സ്തെഫാനോസ് പറയുന്നു, ഈ ചെറിയ ജീവിതം ഇത് കഴിഞ്ഞു പോകട്ടെ, യേശുവിനെ അറിയട്ടെ. എന്താണ് എൻ്റെ ആഗ്രഹം? യേശുവിന് വേണ്ടി ഒരു മെഴുകുതിരിയായി എരിഞ്ഞു തീരുവാൻ ഞാൻ തയ്യാറാണോ? യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത നാടുകളിലേക്ക് ഒരു ദീപമായി എത്തുവാൻ ഞാൻ തയ്യാറാണോ? അതോ എല്ലാവരും അറിയുന്നിടത്ത് പ്രസംഗിക്കുവാൻ, എല്ലാവരും അറിയുന്നിടത്തേക്ക് പോകുവാൻ? അതാണോ എൻ്റെ ആഗ്രഹം? അതോ ചെയ്തതെല്ലാം ചെയ്തിട്ട് ഞാൻ പറയുകയാണോ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, പ്രയോജനമില്ലാത്ത ദാസൻ? എന്താണ് വില്യം കേറിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, മഹാന്മാരുടെ ജീവിതം നമ്മളെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് പഠിക്കാം, അതിൽ നിന്നും സന്ദേശം ഉൾക്കൊള്ളാം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. God bless you.